വചനസാരം വചനസാരം. ആതിഥ്യമര്യാദ സംസ്കാരത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ യഹൂദ സംസ്കാരം സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്നൊരു കാര്യമാണ്. പഴയ നിയമത്തിൽ അബ്രഹാം അതിഥികളെ സ്വീകരിക്കാൻ തിടുക്കം കൂട്ടുന്നത് നാം കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ മർത്ത ആ സംസ്കാരത്തിൻ്റെ ആ ഭാഗം തന്നെയായിട്ട് ആതിഥ്യമര്യാദയെ അത്രയേറെ പ്രാധാന്യത്തോടെ കാണുന്നത് കൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കാനായിട്ട് തിടുക്കം കൂട്ടുന്നത്. പക്ഷെ പിന്നീട് മർത്തായുടെ ആകുലത, മർത്തായെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ആ തിടുക്കം അത് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അതിഥിക്ക് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ തയ്യാറെടുക്കുന്ന മാർത്തായെ നമ്മൾ ആദ്യം കാണുന്നുണ്ടെങ്കിൽ പിന്നീട് ആ തിടുക്കം കൂട്ടിലെല്ലാനും മാർത്തായുടെ മനസ്സിൽ ഒരുപാട് ആകുലതകൾ, നിരാശയൊക്കെ കൊണ്ടുവരികയാണ്. അവിടെയാണ് ആ ഒരു ഘട്ടത്തിലേക്ക് മാറുമ്പോഴാണ് മാർത്ത അതിഥിയോട്, യേശുവിനോട് ചെന്നിട്ട് തൻ്റെ സഹോദരിയെക്കുറിച്ച് പരാതി പറയുക. അവൾ എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് കാണുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരിക. നമ്മുടെയൊക്കെ കുടുംബത്തിനും നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്രകാരം ആകാറുണ്ട്. വളരെ നല്ല ലക്ഷ്യത്തോടു കൂടി കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി തിടുക്കത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഓടി നടക്കും. പക്ഷെ ഇടയ്ക്ക് ചിലപ്പോൾ ഈ ആകുലതകളും നമ്മളുടെ അതിനുള്ള വ്യതിചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ സങ്കടങ്ങളും പിറുപിറുപ്പുകളൊക്കെ വരും. ആ ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ഈശോ പറയുക, മാർത്ത മാർത്ത, നീ പലതിനെയും കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നു, ഇതിൻ്റെ ആ നല്ല വശം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പോകുന്നിടത്താണ് ഈശോയുടെ അടുത്ത് ആയിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. ആ ഈശോയുടെ അടുത്ത് ആയിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് കുറേയും കൂടി നല്ല മനസ്സോടുകൂടെ, നല്ല ലക്ഷ്യങ്ങളോടുകൂടെ മറ്റു കാര്യങ്ങൾ ഓടി നടക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ സുവിശേഷം തരുന്ന ഒരു സന്ദേശം. നല്ല ഭാഗം തിരഞ്ഞെടുത്തു മറിയുമെന്ന് പറയുമ്പോൾ ആ ഓട്ടത്തിനിടയിലോ അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് അല്പനേരം ഇരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. മാർത്ത തെറ്റി അല്ലെങ്കിൽ മാർത്ത ചെയ്തത് തെറ്റെന്നല്ല, പക്ഷേ ആ തിടുക്കങ്ങൾ കൂടി വരുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ മാർത്തയെ പോലെ ആകുലതയും പരാതിയിലേക്ക് അത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓടി നടക്കണം, പ്രവർത്തിക്കണം, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളുടെ ആ നല്ല ലക്ഷ്യങ്ങൾ വ്യതിചലിച്ചു പോകാതെ മനസ്സിൽ പരാതി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനോ യേശുവിനോടൊപ്പം ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഈ സുവിശേഷം തരുന്ന സന്ദേശം ഉൾക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. വചനസാരം വചനസാരം.